Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, all of you. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? Yes, ma'am. കഴിച്ചു. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പ്രെയർ തുടങ്ങാം അല്ലേ? പ്രെയർ ആരാണ്? ഞാൻ പാടാം മാം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾക്കരുളേണം. എന്നെന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. മിണ്ടുന്നതെല്ലാം മധുരമാകണം, നന്മകൾ മാത്രം തോന്നണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾക്കരുളേണം. ഇരുളിൽ ദീപമായി തെളിയണം, എന്നും തുണയായി നീ കൂടെ പോരേണം. പാഠമെന്നും എളുപ്പമാകണം, ശീലങ്ങൾ നല്ലതാകണം. മുള്ളുകൾ മാറ്റി പൂവിരിക്കണം, നിൻ വഴി ഞങ്ങൾക്കരുളേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾക്കരുളേണം. നിന്റെ സ്നേഹത്തിൽ മുങ്ങി നീരാടാൻ സൗഭാഗ്യമെന്നും നൽകണം. കൂടെ എന്നും നടക്കണം, കൂട്ടിനേട്ടനെ പോലെ എത്തണം. നിന്മടിത്തട്ടിൽ വീണുറങ്ങുമ്പോൾ പൂങ്കിനാവുകൾ കാണണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾക്കരുളേണം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പ്രെയർ. താങ്ക് യു. ഓക്കെ, സൈനിൻ ആരാണ്? സൈനിൻ ഒരാള് സൈനിൻ പറയൂ. പറയട്ടെ മാം. തോട്ട് പറഞ്ഞോളൂ. Okay, now I would like to say a thought of Maria Montessori. Free the child's potential and you will transform him into the world. കുട്ടിയുടെ കഴിവിനെ സ്വതന്ത്രമാക്കുക, എന്നാലേ നിങ്ങൾക്ക് ലോകത്തെ മാറ്റാൻ കഴിയുള്ളൂ. താങ്ക് യു. ഓക്കെ, സൈനിൻ ചെയ്തോളൂ കേട്ടോ. Okay, ma'am. ഞാൻ ചെയ്യാം, ma'am. Good morning, Ashwini, ma'am. Good morning, my dear friends. I'm Surami S. Nair. Today I am going to today I am signing to Ashwini ma'am class. Okay, ma'am. Thank you. പെട്ടെന്നായിരുന്നു, വേറെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ഇന്ന് ഞാൻ പെട്ടെന്നാണ് വന്നതല്ലേ? ജോബ് സാർ ഇന്നില്ല, സാറിന്റെ മകളുടെ വെഡിങ് ആണ്, കല്യാണമാണ്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പകരം വന്നത്. ഓക്കെ, അപ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സെമിനാർ പ്രിപ്പറേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എത്ര പേര് ചെയ്തു? മാൻ ആൻഡ് എൻവയൺമെന്റ് സെമിനാർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? യെസ് മാം, പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മാമിന്റെ ക്ലാസ് അല്ലല്ലോ മാം, പ്രതീക്ഷിച്ചില്ല അല്ലേ? ഓക്കെ, ഞാനൊരു 15 മിനിറ്റ് സമയം തന്നാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? ആ ഫുൾ ചാപ്റ്റർ അല്ലേ മാം? അല്ലേ? ഫുൾ ചാപ്റ്റർ ആണെങ്കിൽ ഫുൾ ചാപ്റ്റർ നോക്കിയിട്ട് ഒരു കൺക്ലൂഷൻ പോലെ എഴുതാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് അതിൽ നിന്ന് എടുക്കാം. എന്നിട്ട് നോക്കിയാൽ മതി, പറഞ്ഞാലും മതി കേട്ടോ. എഴുതണമെന്ന് നിർബന്ധമില്ല, പറഞ്ഞാലും മതി. ഇതിനെ കുറിച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്താൽ മതി നിങ്ങള്. ഓക്കെ, ഒരു 15 മിനിറ്റ് സമയം തരട്ടെ എന്നാ? എഴുതിയാലും മതിയോ? എഴുതിയാലും മതി, ഒരു കുഴപ്പമില്ല. ഓക്കെ മാം.
നിങ്ങൾക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് എന്താ പറയാ നല്ല രീതിയിലൊരു അവയർനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതി പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഡെപ്തിൽ മനസ്സിലായത് എന്താണ് ഈ ചാപ്റ്റർ അല്ലേ മാൻ ആൻഡ് എൻവയറമെന്റ്? ആ മാൻ ആൻഡ് എൻവയൺമെന്റ്. ഓക്കെ, 15 മിനിറ്റ് 15 മിനിറ്റ്സ് സമയം തരട്ടെ, ടൈം തരട്ടെ. ഓക്കെ മാം. ഓക്കെ, ട്രൈ ചെയ്യൂ കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ മാം, ഈ പൊല്യൂഷൻസ് ഒക്കെ പറയുന്ന ഏതെങ്കിലും ഒരു പൊല്യൂഷൻ അതിനെ കുറിച്ച് ഇത് പറഞ്ഞാൽ പോരെ? അങ്ങനെയൊക്കെ അല്ല, എന്താണ് മേഘന? ഈ പൊല്യൂഷൻസ് ഇല്ലേ മാം, ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ഫുള്ള് പറയണോ അല്ല ഒരെണ്ണം മാത്രം മതിയോ? അങ്ങനെ ഒരെണ്ണം മാത്രം പറയുന്നെങ്കിൽ അതിന് നിങ്ങൾ കൂടുതൽ എഴുതേണ്ടി വരും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. എയർ പൊല്യൂഷൻ ആണെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. ഓക്കെ. ഓക്കെ, അല്ലാതെ വളരെ ചുരുക്കം മാത്രമല്ല അതിനകത്തുള്ളൂ. മാം ബുധനാഴ്ച ഒരു പ്ലാൻഡ് ആയിട്ട് പറഞ്ഞാൽ പറയാം. ഇപ്പൊ ചറപറയാകുമ്പോൾ ഒരു സ്റ്റേഷനിൽ സെമിനാർ എടുക്കുമ്പോൾ അത് ഒന്നൊന്നും വരില്ല. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മതി കേട്ടോ. ആ പൊല്യൂഷന്റെ മാത്രം എഴുതിയാൽ മതി ജെറോഷ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. രണ്ട് ഓപ്ഷൻ ആണ് ഞാൻ തന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിനെ കുറിച്ച് ചെയ്യാം, ഡിസ്ക്രൈബ് ചെയ്യാം. മാം ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിലും എഴുതാലോ? ആ മതി, ഏതെങ്കിലും ഇംഗ്ലീഷ് ഓർ മലയാളം ചൂസ് ചെയ്യാം. ഓക്കെ.
മാം ഞാൻ ഷോർട്ടായിട്ട് ഒന്ന് പറഞ്ഞു നോക്കട്ടെ. പറഞ്ഞോളൂ. Okay. Good morning, ma'am, and good morning, my dear friends. Today I am going to speak about pollution and its types. Pollution means making our environment dirty and harmful to life. It is one of the biggest problems in the world today. There are mainly 4 types of pollutions. First of all, I am going to say about air pollution. This is caused by smoke from vehicles, factories, and burning of waste. When the air becomes polluted, it causes breathing problems like asthma and also affects plants and animals. And second one is water pollution. When the plastic, chemicals, and waste are thrown into rivers, lakes, and seas, the water becomes dirty. It harms fish and other lives and makes water unsafe for humans to drink. Then third one is land pollution. Throwing garbage, plastic and harmful chemicals on the land makes the soil dirty. This reduces crop growth and also destroy the natural beauty of our surroundings. And fourth one is noise pollution. Loud sounds from horns, vehicles, loudspeakers and machines disturbs both humans and animals. It can even cause stress and hearing problems. So, pollution is very harmful to our health and to the earth. But the good news is that we can all help to reduce it by planting more trees, avoiding plastic, using public transport, recycling waste, and keeping our surrounding clean. We can protect our environment. Let us remember once again, save earth, save life. If each of us takes small step, together we can make a big change. Okay, ma'am. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പൊ കുറച്ച് സമയം കൊടുത്താല് ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യാൻ അറിയാം അല്ലേ? ആണോ? നന്നായിട്ട് പ്രസന്റ് ചെയ്തില്ലേ മേഘ്ന? Yes, ma'am. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കഴിഞ്ഞവരുണ്ടെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാം കേട്ടോ. നിങ്ങള് നോക്കുക, സമയം തരാം. കഴിഞ്ഞവര് എന്നോട് പറയാം. ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, പറഞ്ഞു. ഗ്രീഷ്മയെ കുറെ നാളായല്ലോ കണ്ടിട്ട്. മാമിന്റെ ക്ലാസ്സിന്റെ സമയത്ത് എനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാവും, അപ്പൊ ലീവായി. ഓക്കെ. Good morning, my dear friends. Good morning, ma'am. Today I am going to take a seminar of environmental pollution. It is the introduction of harmful substances or energy into the environment, causing negative effects on living organisms and the planet's natural system. There are 4 types of pollutions are there. The pollutions also can be classified by part of the environment affected, such as air, land, water, and also forms like sound and radiation pollution. First one is air pollution. Air pollution occurs when harmful gases, chemicals, and particles contaminate the atmosphere. Main sources include vehicle emissions, industrial discharges, burning of fossil fuels, and natural events like wildfires. Consequences range from respiratory illness and heart disease to global issues like climate change and acid rain. Second one is land pollution or soil pollution. It is the degradation of the earth's surface through the disposal of non-biodegradable wastes, chemical spills, and excessive use of fertilizers and pesticides. Causes include improper waste management, industrial activities, and overuse of agrochemicals. This results in reduced soil fertility, contamination of crops, and harm to local ecosystems. Third one is sound pollution or noise pollution.
It refers to unwanted or excessive sound from traffic, industries, construction, and daily urban activity. Chronic exposure can lead to hearing loss, increased stress levels, sleep disturbance, and affects both humans and wildlife. Urban areas are especially vulnerable due to their dense populations and frequent high decibel activities. Last one is radiation pollution. It arises from the release of radioactive substances from nuclear power generation, improper disposal of medical or scientific radioactive waste, and accidents. This type of pollution can cause cancers, genetic mutations, and persistent contamination of air, water, and soil. Okay. Communities can effectively കഴിഞ്ഞോ? communities അല്ല മാം അതിന്റെ ഒരു കൺക്ലൂഷൻ പോലെയുണ്ട്. Okay. Communities can effectively reduce environment pollutions by combining personal choices with organized local initiatives and strong advocacy for sustainable policies. Promote public transportation, cycling, and walking to cut down air pollution from private vehicles. Implement proper waste management through recycling and composting programs to minimize landfill pollutions and lower emissions. Create and maintain green spaces like parks, tree plantations, and urban gardens that absorb air pollutants and moderate temperatures exceed. That's all, ma'am. Okay. നന്നായിരുന്നു കേട്ടോ ഗ്രീഷ്മ. റെക്കോർഡ് ക്ലാസ് കാണാറുണ്ടോ അപ്പൊ ഗ്രീഷ്മ ക്ലാസ്സിൽ കയറാത്ത സമയത്ത്? റെക്കോർഡ് ക്ലാസ് കാണാറില്ല മാം. എനിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവര് പറയും നമ്മളോട് ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് പറയും, ഇന്ന് ഏത് ചാപ്റ്റർ എടുത്തത്, ഏത് യൂണിറ്റ്, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറയും. അവര് വർക്കൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരും. ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഓൾ ഓഫ് യു താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയാം മാം. ജെറുഷ എന്താ? ജെറുഷ പറഞ്ഞോളൂ. ഒന്നുമില്ല, ഞാൻ പറഞ്ഞിട്ട്. ക്ലിയർ അല്ല ജെറുഷ, ഒന്ന് മെസ്സേജ് ഇടാമോ എന്താണെന്ന്? അമൃത തുടങ്ങിക്കോളൂ കേട്ടോ. ഓക്കെ മാം, ഞാൻ ഇതില് നമുക്ക് ഇച്ചിരി ടഫ് ആയിട്ടുള്ള ഭാഗം റേഡിയേഷൻ പൊല്യൂഷൻ അല്ലേ, അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നിപ്പോ ഞാൻ സംസാരിക്കുന്നത് റേഡിയേഷൻ പൊല്യൂഷനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് റേഡിയേഷൻ പൊല്യൂഷൻ? നമ്മുടെ എൻവയോൺമെന്റിൽ പുറന്തള്ളപ്പെടുന്ന ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസിനെയാണ് നമ്മൾ റേഡിയേഷൻ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് നാച്ചുറൽ ആയിട്ടും വരാം, അല്ലാതെ നമ്മളായിട്ട് മനുഷ്യന്മാരായിട്ട് ഉണ്ടാക്കുന്ന പൊല്യൂഷൻസും ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ നാച്ചുറൽ ആയിട്ട് ഇപ്പൊ സണ്ണിൽ നിന്നും റോക്കിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന റേഡിയേഷൻസ്, അല്ലാതെ നമ്മുടെ മാൻമെയ്ഡ് ആയിട്ടുള്ളത് എക്സ്റേ, മൊബൈൽ ടവർ, നമ്മുടെ ആണവ പരീക്ഷണങ്ങൾ, ഇവയെല്ലാം ത്രൂ ഉണ്ടാകുന്ന റേഡിയേഷൻ പൊല്യൂഷൻ. കുറെ കാരണങ്ങളുണ്ട്. എക്സാമ്പിൾ ന്യൂക്ലിയർ ആക്സിഡന്റ് ആൻഡ് ടെസ്റ്റ്, നമ്മുടെ ആണവ മാലിന്യങ്ങളുടെ നമ്മുടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡിസ്പോസൽ, പിന്നെ മൊബൈൽ ടവേഴ്സ് നിന്നും ഇലക്ട്രിക് ഉപകരണങ്ങളിൽ നിന്നൊക്കെ റേഡിയേഷൻ വരാം. പിന്നെ നമ്മുടെ എക്സ്റേ സ്കാൻ ചെയ്യുന്ന ആ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമുക്ക് റേഡിയേഷൻ പൊല്യൂഷൻസ് ഉണ്ടാകാം. എന്നാൽ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ കുറെ മാർഗങ്ങളും ഉണ്ട്. റേഡിയേഷൻ പൊല്യൂഷൻ നമ്മൾ ഈ ന്യൂക്ലിയർ വേസ്റ്റ് അഥവാ ആണവ പരീക്ഷണങ്ങൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസൽ ചെയ്യണം. പിന്നെ നമ്മൾ അനാവശ്യമായിട്ട് ഈ മൊബൈൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ റേഡിയേഷൻ പൊല്യൂഷൻ നമുക്ക് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും ഭയങ്കര അപകടകാരിയാണ്. സൈലന്റ് കില്ലർ എന്ന് നമുക്ക് വേണേൽ വിശേഷിപ്പിക്കാൻ പറ്റും റേഡിയേഷൻ പൊല്യൂഷനെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്നോളജിയെല്ലാം നമ്മുടെ സൂക്ഷ്മമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഭൂമിയെ നമ്മൾ മാക്സിമം കടമയോടെ സംരക്ഷിക്കുന്ന നമ്മുടെ കടമയാണത് മാക്സിമം സംരക്ഷിക്കേണ്ടത്. താങ്ക് യു ഓൾ. ഓക്കെ, വെരി ഗുഡ്. ജെറുഷ പറഞ്ഞോളൂ കേട്ടോ. ജെറുഷ
Okay, ma'am. Ma'am, കേൾക്കാമോ? കേക്കാം. Okay. Good morning, everyone. Today I will speak about land pollution, which is one of the biggest environmental challenges we face. Land pollution means the damage or degradation of the Earth's land surface due to human activities and misuse of resources. It reduces the quality of soil, destroys natural habitats, and affects the health of humans, animals, and plants. Causes of land pollution. First, improper waste disposal. Plastics, polythene, and garbage that do not decompose remain on the land for years. Second, agriculture chemicals. Excessive use of fertilizers and pesticides makes soil poisonous. Third, deforestation. Cutting trees leads to soil erosion and loss of fertile land. Industrial waste. Factories dump harmful chemicals on land. Mining and construction, digging and quarrying damage and leave it barren. Consequences of land pollution, loss of fertile soil, reduces crop production and threatens security, water contamination, chemical leaks in pollute drinking water, health problems, open garbage cause diseases like cholera, diarrhea, and respiratory illness, loss of biodiversity. Animals lost natural habitats, some species face extinction. Climate impact causes desertification adds to global warming. And pollution is an environmental issue. It directly affects health, food, and our future. Some solutions ക്ലിയർ ആവുന്നില്ലല്ലോ ജോഷ. ജോഷ ക്ലിയർ ആവുന്നില്ലല്ലോ. ആണ് മാം. പറഞ്ഞു നോക്കി, ഇപ്പൊ ഒന്ന് പറഞ്ഞേ. മാം കേൾക്കാമോ? ഇപ്പൊ കേക്കാം. ഇടയ്ക്ക് ചില സൗണ്ടുകൾ വരുന്നു പറയുന്നതിന്റെ ഇടയ്ക്ക്. ഓക്കെ മാം. മാം വരെ എത്തി. എന്നിട്ട് മാം കൺക്ലൂഷൻ പറഞ്ഞോളൂ പറഞ്ഞോളൂ. Land pollution is not just an environmental issue. It directly affects our food and our future. The solutions are in our hands. Reduce waste, recycle, use organic methods, and small trees and avoid plastics. If we protect the land today, we are protecting life for tomorrow. Let us take responsibility and work together for clean earth. Thank you. വെരി ഗുഡ്. ഞാൻ പറയട്ടെ മാം. തനിഷ പറഞ്ഞു. Good morning, Ashwini ma'am and my dear friends. Today I am speaking about air pollution. Air pollution is the contamination of the atmosphere by physical, chemical or biological agents including harmful gases like nitrogen dioxide and sulfur dioxide and microscopic particles from sources such as industrial emissions, vehicular exhaust and the burning of fossil fuels. It negatively impacts human health, causing respiratory and cardiovascular issues and damages ecosystems through events like acid rain and climate change. Common air pollutants include particulate matter, carbon monoxide and ozone, which can be found both indoors and outdoors. Causes of air pollution are industrial emissions. Factories release harmful gases and particulate matter into the atmosphere. Car, trucks, and airplanes emit gases from the combustion of fossil fuels. Domestic combustion devices and the use of household products like paints can contribute to indoor air pollution. The use of nitrogen containing fertilizers and other farming practices increase nitrogen in the air. Effects of air pollution are human health like asthma and bronchitis, heart issues. Air pollution can disrupt the balance of ecosystems, harming plant and animal life. അത്രേ ഉള്ളൂ മാം. ഓക്കെ ഓക്കെ വെരി ഗുഡ്.
കഴിഞ്ഞവരുണ്ടെങ്കിൽ പറയട്ടോ. Ma'am, ഞാൻ പറയാം. ആ, ഫാത്തിമ. Good morning, Ashwati ma'am. Good morning, all. Land pollution, also known as soil pollution, is the contamination of soil by human activities leading to harmful effects on the environment, human health, and ecosystem. Today, we will explore the causes, effects, and solution to land pollution. Causes of land pollution. First one, industrial waste. Chemicals, heavy metals, and toxic substances from industrial process. Second one, agricultural chemicals. Pesticides, herbicides, and fertilizers can contaminate soil. Third one, mining and drilling. Extraction of resources can lead to soil degradation and contamination. Then, effects of land pollution. First one, soil degradation. Loss of fertility, reduced crop yields, and increased erosion. Second one, water pollution. Contaminants can lead into groundwater, affecting human health. And third one, human health risks. Exposure to toxic substances can cause diseases and health problems. Then, solution to land pollution. Sustainable agriculture. Use eco-friendly farming practices. Reduce chemical use. Second one, proper waste disposal. Implement effective waste management systems or recycling. Third one, industrial regulations. Enforce laws to control industrial pollution. Conclusion. Land pollution is a critical issue that requires collective action. By understanding its causes, effects, and solutions, we can work together to protect our soil and environment. Thank you, ma'am. Okay, very good. ഓക്കെ, ആര്യയുടെ കഴിഞ്ഞായിരുന്നു. ആര്യ വായിച്ചായിരുന്നോ? ഡിസ്ക്രൈബ് ചെയ്തായിരുന്നോ ആര്യ? ഇല്ല മാം, ഞാൻ ചെയ്തോണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. ഞാൻ വായിക്കാം മാം. ആ. Man and environment. The relationship between man and the environment is one of deep interdependence. Human beings rely on the environment for air, water, food, and other natural resources essential for survival. At the same time, human actions have a profound impact on the natural world. Modern development has led to significant environment issues such as pollution, deforestation, climate change, and loss of biodiversity. Industrialization and technological advancement, while improving human life in many ways, have often come at the cost of environmental degradation. It is essential for mankind to recognize its responsibility toward the environment. Sustainable development, renewable energy, conservation efforts, and education about environmental protection are vital steps in restoring the balance. Each individual can contribute by adopting eco-friendly habits such as reducing plastics, conserving water, and supporting green initiatives. The future of both humanity and the earth depends on the choice we make today. By living in harmony with nature, we ensure a healthier planet for future generation. Okay, ma'am. Okay.
വെരി ഗുഡ്. ഓരോരുത്തരായിട്ട് വായിക്കേട്ടോ, 15 മിനിറ്റ് സമയമൊക്കെ കഴിഞ്ഞു. വായിക്കട്ടെ, ഞാൻ വായിക്കട്ടെ. ബിനി രാജീവ്. വായിച്ചു. Good morning, ma'am, and good morning, all my dear friends. Today we are going to do about various kinds of pollution. E- Environmental pollution. Environmental pollution can be classified as there are air pollution, land pollution, sound pollution, radiation pollution, central and state pollution control boards. Major global environment threats. First one, we are discuss about air pollution. Air pollution may be defined as happening in air of any foreign material or gas. Air pollution is an environmental issue. It harms humans, animals, and plants. It lowers the quality of the air. It is the root of cause of many diseases. It makes the environment dirty. Air pollution causes global warming. It spoils the beauty of nature. It also damages the ozone layer. Tree cutting and fuel burning is the cause of air pollution. To reduce air pollution, we should plant more environment, more trees. Thank you, ma'am. ഓക്കെ, വെരി ഗുഡ്. മാം, ഞാൻ കഴിഞ്ഞിട്ടുണ്ട്, വായിച്ചോട്ടെ. വായിച്ചു. Good morning, ma'am. Today topic is environment pollution. പരിസ്ഥിതി മലിനീകരണം എന്നാൽ മനുഷ്യർക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ദോഷകരമായ വസ്തുക്കൾ പരിസ്ഥിതി കലരുന്ന അവസ്ഥയാണ്. അവയാണ് വായു മലിനീകരണം, ജലമലിനീകരണം, മണ്ണ് മലിനീകരണം, ശബ്ദ മലിനീകരണം എന്നിവയാണ്. ഈ മലിനീകരണം ഉൾപ്പെടുന്നത് ദോഷകരമായ ഘടകങ്ങളും സാന്നിധ്യകരണവും പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന നാശമാണിത്. എൻവയോൺമെന്റ് പൊല്യൂഷൻ പ്രത്യാഘാതങ്ങൾ: വായു മലിനീകരണം, വാഹനങ്ങളിൽ നിന്നും വ്യവസായങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വാതകങ്ങൾ. ജലമലിനീകരണം, ഫാക്ടറി മാലിന്യങ്ങൾ, രാസവസ്തുക്കൾ, പ്ലാസ്റ്റിക്, രാസവസ്തുക്കൾ എന്നിവയും മണ്ണിൽ നിന്നും അടിഞ്ഞു ചേരുന്നതും. മണ്ണ് മലിനീകരണം, കൃഷിക്ക് ആവശ്യമായ വസ്തുക്കൾ, പ്ലാസ്റ്റിക്, രാസവസ്തുക്കൾ എന്നിവയും മണ്ണിൽ അടിഞ്ഞു ചേരുന്നു. ശബ്ദ മലിനീകരണം, അമിതമായ ശബ്ദ കാരണമാണ് ഉണ്ടാകുന്ന അവസ്ഥയാണ് ശബ്ദ മലിനീകരണം. റേഡിയോ, അതുപോലെ ഫോണ്, അങ്ങനെയുള്ള പല വാഹനങ്ങളിൽ നിന്നുള്ള ശബ്ദങ്ങൾ, അമിതമായ ശബ്ദങ്ങൾ എന്നിവയിൽ നിന്നുമാണ് ശബ്ദ മലിനീകരണം കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് പൊല്യൂഷൻ. മലയാളത്തിൽ നിന്ന് പരിസ്ഥിതിയിൽ പ്രധാന കാരണങ്ങൾ ഇവയാണ്: വായു മലിനീകരണം, ശബ്ദ മലിനീകരണം, താപ മലിനീകരണം, പ്രകാശ മലിനീകരണം, റേഡിയോ ആക്റ്റീവ് മലിനീകരണം എന്നിവയൊക്കെ വിവിധതരം മലിനീകരണങ്ങൾക്ക് കാരണമാകുന്നത്. ഈ എൻവയോൺമെന്റ് പൊല്യൂഷനുമായുള്ള കൺക്ലൂഷൻ: ലോകമെമ്പാടും പരിസ്ഥിതി മലിനീകരണം വർദ്ധിച്ചു വരികയാണ്. വായു, ശബ്ദം, മണ്ണ് എന്നിവയാണ് വിവിധതരം മലിനീകരണം ആരോഗ്യത്തെയും ഗുരുതരമായി ബാധിക്കുന്നു, പരിസ്ഥിതിയെയും ബാധിക്കുന്നു. ഇതിനെതിരെയായിട്ടുള്ള പ്രത്യാഘാത പ്രവർത്തനങ്ങൾ നമ്മുടെ വരും തലമുറയ്ക്ക് ഉത്തരവാദിത്തമാണ്. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് സുരക്ഷിതമായ ഭാവിയും ആരോഗ്യകരമായ ലോകവും കെട്ടിപ്പിടിക്കുവാൻ കഴിയും. ആഗോളതലത്തിൽ പരിസ്ഥിതി മലിനീകരണം വർദ്ധിച്ചു വരികയുമാണ്. കാലാവസ്ഥ വ്യതിയാനത്തോടൊപ്പം പരിസ്ഥിതി രാഷ്ട്രീയ, ബിസിനസ്, ശാസ്ത്രീയമായ അജണ്ടകളിൽ നിന്നും അത് ഒരു മുൻഗണനയായി മാറിയിരിക്കുന്നു. താങ്ക് യു മാം. ഓക്കെ, മാം, 2 മോക്ക് ടെസ്റ്റ് ഞാനുണ്ട് കേട്ടോ. 5th ചാപ്റ്ററിലും ഇപ്പോഴത്തെ 10th ചാപ്റ്ററിലും. ഏതൊക്കെ ചാപ്റ്റർ ആയിരുന്നു? ഡെവലപ്മെന്റ് പ്രൊഫൈൽ ഇല്ലേ, 5th ചാപ്റ്റർ. പിന്നെ നെക്സ്റ്റ് 10th ചാപ്റ്റർ ഇപ്പൊ എടുത്തത് മാൻ ആൻഡ് എൻവയോൺമെന്റും. റിന്റെ വായിച്ചായിരുന്നോ? വായിച്ചു മാം. ഓക്കെ, ഇനി ആരാണ് പ്രസന്റ് ചെയ്യാനായിട്ടുള്ളത്? ഓക്കെ, അപ്പൊ ഇനി പ്രസന്റ് ചെയ്യാനുള്ളവര് നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് ബുധനാഴ്ച പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. ഓക്കെ, ചെയ്യാത്തവര് ഇന്ന് പറഞ്ഞവര് ചെയ്യണ്ട, അല്ലാത്തവരുണ്ടെങ്കിൽ ബുധനാഴ്ച, എനിക്കറിയാം, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബുധനാഴ്ച പ്രിപ്പയർ ചെയ്തിട്ട് വരിക കേട്ടോ.
ഞാൻ എഴുതി മാം, പക്ഷെ വായിക്കണം വീഡിയോ അത് അടുത്ത ആഴ്ച വായിച്ചാൽ മതിയോ? അല്ല അടുത്ത ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ വായിച്ചാൽ മതി. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് മാൻ ആൻഡ് എൻവയോൺമെന്റ് കഴിഞ്ഞു. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്തിട്ടില്ലല്ലോ, സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. No, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. യൂണിറ്റ് 9 ആണ് സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഫസ്റ്റ് പേജ് ഒന്ന് വായിക്കാം. ഓക്കെ, മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ, ഫസ്റ്റ് പേജ്. വായിച്ചു കഴിയുമ്പോൾ തമ്പയ്യ കേട്ടോ. എഫക്റ്റീവ് ഗൈഡൻസ് എന്നാണ് കേട്ടോ, ഗൈഡൻസ്. ക്യൂ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ജി ആക്കാം കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷനിൽ തെറ്റുണ്ട് കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഐ കഴിഞ്ഞിട്ട് ഓ ഉണ്ട് കേട്ടോ, ONAL ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ.
തമ്പ് ചെയ്യാ, റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പ് ചെയ്യൂ കേട്ടോ. ഓക്കെ. തനുജ ഒന്ന് ഫസ്റ്റ് പാരഗ്രാഫ് റീഡ് ചെയ്തേ. സൂപ്പർവൈസിങ്. തനുജ കൃഷ്ണ. Yes, ma'am. Supervising. Supervision is a planned program for the improvement of instruction. Effective supervision has a constitutional base. Effective guidance is creative. ബാക്കി വായിക്കണം മാം. ബാക്കി വായിച്ചു. A supervisor is any person responsible for working with others to increase the effectiveness of the teaching learning situation. The primary aim of guidance is to help the teacher to become self-directive. Supervision provides educational leadership. Supervision functions less as an overseer and inspector and more as a group leader. Supervision provides educational leadership. Supervisor works through and with others to develop the quality of the activities they perform. Good supervision is based upon teacher participation. എന്താ മനസ്സിലായത് തനുജ? സൂപ്പർവൈസിങ്. സൂപ്പർവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ ഇൻസ്ട്രക്ഷനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാമാണ്. പിന്നെ ഈ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് സൂപ്പർവൈസർ. പിന്നെ ഒരു മേൽനോട്ടക്കാരനായും ഇൻസ്പെക്ടറായും മാത്രമല്ല ഒരു ഗ്രൂപ്പ് നേതാവായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു എഡ്യൂക്കേഷണൽ ലീഡർഷിപ്പാണ് ഈ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഗുഡ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അതൊരു ടീച്ചർ പാർട്ടിസിപ്പേഷൻ ആണ്. ഒരു ടീച്ചർ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് ഈ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അത്രയല്ലേ സർ? ഈ സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഉണ്ടാവുക? ബെനിഫിറ്റ്സ് എന്തൊക്കെയാ അതിന്റെ സൂപ്പർവിഷൻ? നമുക്ക് എഫക്റ്റീവ് ആയിട്ട് അതൊരു കാര്യം ചെയ്യാൻ പറ്റും ആ സൂപ്പർവിഷൻ ഉണ്ടാവുമ്പോൾ. ഓക്കെ, എഫക്റ്റീവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? ഓക്കെ. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ലേ? പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കില്ലേ? സാധിക്കും അല്ലേ? ഓക്കെ. പിന്നെ എന്തൊക്കെയാ? വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ ഓക്കെ. അപ്പൊ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സൂപ്പർവൈസിങ്. സൂപ്പർവിഷൻ എന്നത് ടീച്ചിങ്ങിന്റെ ഡെവലപ്മെന്റ്, അതായത് ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാം ആണ്. ഒരു സ്കൂളായാല് ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ സൂപ്പർവിഷൻ കൊടുക്കാനായിട്ട് ആളുണ്ടെങ്കിൽ അത് അവിടെയുള്ള ടീച്ചർമാരുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവരുടെ വികസനം ഇൻക്രീസ് ചെയ്യുന്നു, കൂട്ടുന്നു അല്ലെ? ഇപ്പോ ഞാൻ പറയാം, ഏതൊരു സ്ഥലത്താണെങ്കിലും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സ്കൂളിലാണെങ്കിലും അവിടെ ഒരു സൂപ്പർവൈസർ ഉണ്ടാവും അല്ലെ? ഇല്ലേ? എല്ലാ സ്ഥാപനത്തിലും നമുക്ക് സൂപ്പർവൈസറെ കാണാനായിട്ട് സാധിക്കില്ലേ? എല്ലാ സ്ഥാപനത്തിലും ഇപ്പൊ നമ്മളൊരു ടെക്സ്റ്റൈൽസിൽ ചെന്നാൽ അവിടെ സൂപ്പർവൈസർ ഉണ്ടാകും, ഒരു കമ്പനിയിൽ ചെന്നാൽ അവിടെ സൂപ്പർവൈസർ ഉണ്ടാകും. അങ്ങനെ എല്ലാ സ്ഥാപനത്തിലും ആരുണ്ട്? സൂപ്പർവൈസർ ഉണ്ട്. അപ്പോ ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനെ കണക്ട് ചെയ്തിട്ട് ഈ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സിന്റെ വികസനം കൂട്ടുന്ന ഒരു പദ്ധതിയാണ്. ഓക്കെ, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇവിടെ സൂപ്പർവിഷൻ എന്താ ഉദ്ദേശിക്കുന്നേ? അതായത് സ്കൂളില് ടീച്ചേഴ്സിന്റെ ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാം ആണിത് സ്കൂളിലെ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അതായത് മുൻകൂട്ടി നേരത്തെ തന്നെ കാലേ കൂട്ടി തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണത് ഈ ഒരു സൂപ്പർവിഷൻ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സൂപ്പർവിഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളിലായാലും അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിലായാലും ഓഫീസിലായാലും ടെക്സ്റ്റൈൽസിലായാലും ഒക്കെ സൂപ്പർവിഷൻ കൊടുക്കുന്നതിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്?
അവിടെയുള്ള സ്റ്റാഫുകളുടെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുക. ഓക്കെ, ഒരു ടെക്സ്റ്റൈൽസിലാണെങ്കിൽ സെയിൽസ്മാൻ ഉണ്ടാകും, സെയിൽസ് ഗേൾ ഉണ്ടാകും. അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി മെച്ചപ്പെടുത്താനാണ് അവിടെ സൂപ്പർവൈസർ ജോലി ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക, ആ കമ്പനിയിൽ ധാരാളം സ്റ്റാഫുകൾ ഉണ്ടാകും. അവരുടെ വർക്ക് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജോലിയുടെ ക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ സൂപ്പർവൈസർ വർക്ക് ചെയ്യുന്നത്. എന്നാൽ സ്കൂളിൽ ടീച്ചർമാരുടെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സൂപ്പർവൈസേഴ്സ് വർക്ക് ചെയ്യുന്നത്. 2 പോയിന്റും ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പറയണേ കേട്ടോ. ടീച്ചേഴ്സിന്റെ ഒന്ന് പറഞ്ഞുതരുമോ? ടീച്ചേഴ്സിന്റെ അതെങ്ങനെ സൂപ്പർവൈസ് ചെയ്യണം? ടീച്ചേഴ്സിന്റെ, അതായത് ഒരു സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി അഥവാ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൂപ്പർവിഷന്റെ പ്രധാന ലക്ഷ്യം. ഓക്കെ, സോ വാട്ട് ഇസ് ദ എയിം ഓഫ് സൂപ്പർവിഷൻ എന്ന് ചോദിച്ചാൽ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഈ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാല് അതൊരു ടേം മാത്രമല്ല, അല്ലെ? അത് വഹിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്യാനായിട്ട് നമ്മൾ സൂപ്പർവൈസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ഈ സൂപ്പർവൈസർ എന്ന് പറയുന്നത്, സ്കൂളില് സൂപ്പർവൈസർ എന്ന് പറയുന്ന വ്യക്തി അത് ആരാണെന്ന് പറഞ്ഞു തരാം കേട്ടോ. അത് നമ്മുടെ താഴോട്ട് വരുമ്പോൾ മനസ്സിലാവും. സൂപ്പർവൈസർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ അധ്യാപകനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസും അവര് തമ്മിലുള്ള പരസ്പരം കോർഡിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ പരസ്പരം ഒരു കോർഡിനേഷനിലൂടെ ടീച്ചേഴ്സിനായാലും സ്റ്റുഡൻസിനായാലും പരസ്പരം വർക്ക് ചെയ്യാനും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഇപ്പൊ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ ചെയ്യണം, കുട്ടികളുടെ ഇമോഷൻസ് ടീച്ചേഴ്സ് മനസ്സിലാക്കണം, അങ്ങനെ പലവിധ കാര്യങ്ങളുണ്ട്, അല്ലെ? ഓരോരുത്തർക്കും മനസ്സിലാവുന്ന അങ്ങനെ കോർഡിനേഷൻ ചെയ്ത് നടപ്പിലാക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോ അധ്യാപകനും അതുപോലെ തന്നെ വിദ്യാർത്ഥിക്കും ചെയ്യുന്ന പ്രവർത്തനങ്ങള്, അവയുടെ ക്വാളിറ്റി ഇതൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തി ആരാണെന്ത്? ഈ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക, എല്ലാവരെയും കൺട്രോൾ ചെയ്യുക, എല്ലാവർക്കും ഒരു നേതൃത്വം കൊടുക്കുക എന്നുള്ളത് സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ സൂപ്പർവൈസർ എന്ന് പറയുന്നത് കേവലം ഒരു ഒബ്സർവർ ആയോ അല്ലെങ്കിൽ ഒരു നിരീക്ഷകനായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ടർ ആയിട്ടോ മാത്രമല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. പകരം ഒരു നേതൃത്വത്തിന്റെ ഒരു ലീഡറായിട്ട് അയാള് എന്താ പറയാ ജോലി ചെയ്യുന്നു. അതായത് എല്ലാവർക്കും ഇടയിൽ നിന്ന് ഒരു വ്യക്തിയായിട്ട് എല്ലാവരെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്ത് പരസ്പരം എന്താ പറയാ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരിൽ ഒരാളായിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഈ ഒരു സൂപ്പർവൈസർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അദ്ദേഹം ഒരു എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ പോലുള്ള കാര്യങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്. ഇൻസ്പെക്ഷൻ മീൻസ് ചെക്ക് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, അവർക്കിടയിൽ നിന്നുണ്ട്, അതായത് എത്ര പേരാണ് സ്കൂളിലാവുമ്പോൾ ടീച്ചേഴ്സ് ഉണ്ട്, മറ്റു നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ ഉണ്ട്, അവർക്കിടയിൽ നിന്ന് ഒരാളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ് കേട്ടോ. പിന്നെ നല്ലൊരു സൂപ്പർവിഷൻ നടക്കണമെങ്കിൽ ടീച്ചേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ വേണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോ ഞാനിവിടെ സൂപ്പർവൈസർ ആണെന്ന് വിചാരിക്കാം, ഞാൻ നിങ്ങളെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ല? സൂപ്പർവൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങളെ കൂടി പാർട്ടിസിപ്പേഷൻ വേണ്ടേ? വേണോ വേണ്ടയോ? ആയാലും ഒരു ഓഫീസ് ആയാലും ഒരു കമ്പനി ആയാലും പരസ്പരം, അതായത് അവിടെയുള്ള സൂപ്പർവൈസറും അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകളും തമ്മിൽ പരസ്പരം ഒരു കോർഡിനേഷൻ വേണം, അന്യോന്യ കമ്മ്യൂണിക്കേഷൻ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഗുഡ് സൂപ്പർവിഷൻ അവിടെ എഫക്റ്റീവ് ആയി നടക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലോട്ട് പോവാം. ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ. ഒരാളൊന്ന് റീഡ് ചെയ്തേ. അമൃത റീഡ് ചെയ്യാമോ? Yeah, okay, ma'am. Techniques of supervision. Good supervision is based upon teacher participation. Good supervision is planned supervision.
teachers and pupils can be supervised in 3 ways. First one is supervision through observational visits. The headmaster can make observational visits if they result in developing teaching and learning. Second one, supervision through individual conferences. The headmaster can have individual discussion with the teacher in order to analyze and solve his problem. Third one, supervision over group conferences. The headmaster can have a group conference if it is organized around the teacher's problem. Techniques of supervision. Good supervision, ടീച്ചേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എപ്പോഴും പ്ലാൻഡ് ആയിരിക്കും. ഒരിക്കലും ഗുഡ് സൂപ്പർവിഷൻ പെട്ടെന്ന് ഒരു മോർണിംഗ് വന്നിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഒരു പ്രീ പ്ലാൻഡ് ആയിരിക്കും അത്. 3 വേസിലാണ് മെയിനായിട്ട് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഒബ്സർവേഷണൽ വിസിറ്റ്. നമ്മൾ സ്കൂളൊക്കെ കാണാലോ, ഹെഡ് മാസ്റ്റർ നമ്മുടെ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും എങ്ങനെയാണ് ടീച്ചിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ്സ് എഫക്റ്റീവായ രീതിയിലാണോ നടക്കുന്നതെന്ന് ഹെഡ് മാസ്റ്റർ വന്നതിനെ വിസിറ്റ് ചെയ്യും. സെക്കൻഡ് വൺ, സൂപ്പർവിഷൻ ത്രൂ ഇൻഡിവിജ്വൽ കോൺഫറൻസ്. വെച്ചാൽ പേഴ്സണലായിട്ട് ഹെഡ് മാസ്റ്റർ വിളിക്കും ഓരോ ടീച്ചറിനെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ട് പേഴ്സണലായിട്ട് അവർ ഡിസ്കസ് ചെയ്യും. എങ്ങനെ പ്രോബ്ലംസ് ഉണ്ടോ അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ അവർ മാത്രം അങ്ങനെ ഡിസ്കസ് ചെയ്യും. തേർഡ് വൺ ഈസ് സൂപ്പർവിഷൻ ഓവർ ഗ്രൂപ്പ് കോൺഫറൻസ്. ഗ്രൂപ്പ് കോൺഫറൻസ് നടക്കും. കാരണം ഹെഡ് മാസ്റ്ററും ബാക്കിയുള്ള ടീച്ചേഴ്സും അവരുടെ പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോ ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ, അതായത് ഈ ഒരു സൂപ്പർവിഷൻ നടക്കുന്ന രീതികൾ, അതിന്റെ എന്തൊക്കെ ടെക്നിക്കുകളിലൂടെയാണ് നടത്തപ്പെടുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ നല്ലൊരു സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സിന്റെ പാർട്ടിസിപ്പേഷനോട് കൂടിയാണ് നടക്കേണ്ടത്. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിരിക്കണം. ഇപ്പോ നേരത്തെ അമൃത പറഞ്ഞ പോലെ പെട്ടെന്ന് നമ്മൾ ഒരു കാര്യം സൂപ്പർവിഷനുമായി ബന്ധപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അത് പ്രീ പ്ലാൻഡ് ആയിരിക്കണം. നേരത്തെ തന്നെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടാണ് സൂപ്പർവിഷൻ നടപ്പിലാക്കേണ്ടത്. അപ്പൊ ആദ്യം എന്ന് പറയുന്നത് ഒബ്സർവേഷണൽ വിസിറ്റ് ആണ്. ഒബ്സർവേഷണൽ വിസിറ്റ് എന്ന് പറഞ്ഞാല് നിരീക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ. എങ്ങനെയാ? ഹെഡ് മാസ്റ്റർ ക്ലാസ് റൂം സന്ദർശിച്ച് അല്ലെങ്കിൽ ക്ലാസ് റൂം വിസിറ്റ് ചെയ്ത് അധ്യാപകൻ അതായത് ടീച്ചർ എങ്ങനെയാണ് പഠിപ്പിക്കാൻ എന്തൊക്കെ രീതികളാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങള്, അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഇൻക്രീസ് ചെയ്യാനുണ്ടോ, അതായത് ടീച്ചർ പഠിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ, എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താനുണ്ടോ, നല്ലതാണ്, ഏറ്റവും മാക്സിമം ആണോ ടീച്ചർ അവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അഥവാ കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് എന്ത് ചെയ്യുന്നു? ഹെഡ് മാസ്റ്റർ ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂമില് ടീച്ചറും കുട്ടികളും മാത്രമാണുള്ളത്. കുട്ടികൾ കേട്ടിരിക്കുന്നു, ടീച്ചർ അവിടെ പഠിപ്പിക്കുന്നു. ബാക്കില് അല്ലെങ്കിൽ ക്ലാസ് റൂമിന് പുറത്ത് ഹെഡ് മാസ്റ്റർ ഉണ്ട്, അവര് വന്ന് നിരീക്ഷിക്കുന്നു. ഓക്കെ, ടീച്ചർ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, പറയുന്നതിലും അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിലും എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, അങ്ങനെയെങ്കിൽ എങ്ങനെ അത് തിരുത്താം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തതിനു ശേഷം ഹെഡ് മാസ്റ്റർ അവിടെ നിന്ന് പോകുന്നു. ദാറ്റ് ഈസ് ഒബ്സർവേഷണൽ വിസിറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, രണ്ടാമത്തേതെന്ന് പറഞ്ഞാല് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചറിന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഹെഡ് മാസ്റ്ററിന് തിരുത്താനായിട്ട് സാധിക്കില്ലേ ഒബ്സർവേഷണൽ വിസിറ്റിലൂടെ? ചില ടീച്ചേഴ്സ് ഉണ്ട് പഠിപ്പിക്കുന്ന സമയം ഹെഡ് മാസ്റ്ററിന്റെ ആ ഒരു നേരില് കണ്ടാല് അവര് നല്ല രീതിയിൽ പഠിപ്പിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെയുള്ള ടീച്ചേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്, അതായത് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി. ചിലപ്പോ അവര് വരുന്നത് പുറത്തുനിന്ന് കാണും. അപ്പൊ നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് അവിടെ പഠിപ്പിക്കാനായിട്ട് നോക്കും. അങ്ങനെയുള്ള ടീച്ചിങ് മെത്തേഡ്സുകളും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് പെട്ടെന്നായിരിക്കും അവര് വരുന്നത്, അതായത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഹെഡ് മാസ്റ്റർ ഇന്ന ക്ലാസ്സിൽ പോകണം, ഇന്ന ക്ലാസ് ഒബ്സർവ് ചെയ്യണം എന്ന്. അതിനനുസരിച്ചിട്ട് അവര് വരും. അവര് വന്നിട്ട് ടീച്ചറുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് supervision through individual conferences. The headmaster can have individual discussion with the teacher in order to analyze and solve his problems. അതായത്
ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യുന്നു? ടീച്ചറുമായിട്ട് പേഴ്സണലായി സംസാരിച്ച് ആ ടീച്ചറിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതും ഒരു സൂപ്പർവിഷൻ ടെക്നിക്കാണ്. ഓക്കെ, അതായത് ടീച്ചർക്ക് പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നന്നായിട്ട് പഠിപ്പിക്കാനായിട്ട് പറ്റാത്ത രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് പേഴ്സണലായിട്ട് ഈ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യുന്നു? ഈ വ്യക്തിയെ കാണുകയും അല്ലെങ്കിൽ ഈ ടീച്ചറിനെ കാണുകയും അവരോട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും തുടർന്ന് അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നു. ചിലപ്പോൾ ചില ടീച്ചർമാർക്ക് ചില ടോപ്പിക്സ് അല്ലെങ്കിൽ ചില സബ്ജക്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് അവർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ അത് തുറന്ന് പറയാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയോട് ഈ ഹെഡ് മാസ്റ്ററോട് നമുക്ക് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ കാണുന്നതാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് supervision over group conferences. The headmaster can have a group conference if it is organized around the teacher's problems. അതായത് ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യുന്നു? അധ്യാപകരെ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനെ ഒരുമിച്ച് വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നു. നല്ലൊരു സൂപ്പർവൈസർ അല്ലെങ്കിൽ നല്ലൊരു ഹെഡ് എന്ന് പറയുമ്പോൾ ആ രീതിയിലാണ് ഉണ്ടാവുക. ഓക്കെ, ഒരു ഹെഡ് എന്ന് പറയുമ്പോൾ ഒരു മാനേജ്മെന്റിന് വേണ്ടി മാത്രമല്ല പ്രവർത്തിക്കേണ്ടത്, മറിച്ച് അവിടെയുള്ള ടീച്ചേഴ്സിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് കാണുകയും അതിന് പരിഹാരം തേടുകയും വേണം. ഓക്കെ, ക്ലിയർ ആണ് ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും എടുത്താൽ മതി. ബുധനാഴ്ച നമുക്കത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ സെമിനാർ പ്രസന്റ് ചെയ്യാനുള്ളവര് അടുത്ത അല്ലെങ്കിൽ മറ്റന്നാൾ വെനസ്ഡേ റെഡി ആയിട്ട് വരിക. ഓക്കെ, സൈൻ ഔട്ട് ചെയ്യാം. സൈൻ ഔട്ട് ആരാ പറയുന്നേ? സുരമ്യ സൈൻ ഔട്ട് പറഞ്ഞോളൂ കേട്ടോ. Yes, ma'am. Today I am going to sign off Ashwini ma'am class. I go to a small song. I am a little spot. I am a little pot, short and stout. This is my handle and this is my spot. When the water is boiling, hear me shout. Just lift me up and pour me out. Okay, ma'am. Thank you, ma'am. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. താങ്ക് യു. Thank you, ma'am.